അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ്, കൂടെ ഒരു സർപ്രൈസ് വ്ളോഗും കൂടാണ്. ഇത് നമ്മൾ ക്യാരി ബാഗ് ഇടുമ്പോൾ തന്നെ അറിയാം നമ്മൾ എവിടെയോ പോകാനുള്ളതാണ്. കാരണം എവിടെ പോയാലും ക്യാരി ബാഗ് ഇടും. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ദിവസം കൂടെ പറയുന്നു ഇക്കൊരു ഷർട്ട് എടുക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇക്ക അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുവാണ്. അങ്ങനെ ഇപ്പോൾ വാലന്റൈൻസ് ഡേയും കൂടെ വരുമല്ലേ, ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ഒരു ഷർട്ട് അങ്ങ് എടുത്ത് കൊടുക്കാമെന്ന് വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ നടക്കൂല, എടുക്കാമെന്ന് പറയുന്നതല്ലാതെ എടുപ്പൊന്നും നടക്കൂല. അങ്ങനെ ഞാനും മോനൊക്കെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞാനും മോനെ ഫസ്റ്റ് ടൈമാണ് പുറത്തൊറ്റയ്ക്ക് പോകുന്നത്. പോയിട്ടില്ല. അങ്ങനെ അവിടെ ഫോണൊക്കെ ഇരിക്കുന്നത്, അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലും ബഹളമാണ്. അങ്ങനെ എന്താവും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമില്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം പോയി. ചേട്ടാ അങ്ങനെ മോനെ ക്യാരി ബാഗ് ഇട്ടേക്കുവാണ്. ക്യാരി ബാഗ് ഇട്ടാലേ നടക്കത്തുള്ളൂ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഇതാണ് എളുപ്പം. പിടിക്കാനും ഒക്കെ പാടാല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാരി ബാഗിൽ ആളെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ബാക്ക് പാക്കും കൊണ്ട് എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം കയ്യിൽ നമ്മൾ വെച്ചിരിക്കണം എവിടെ പോയാലും. അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കടയിലോട്ട് പോവാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്, പക്ഷെ സാരമില്ല. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ കടയിലോട്ട് പോയിട്ടുണ്ട്. പോകുന്ന വഴിയാണ്, ഒരു കുഞ്ഞു പോലും റോഡിലില്ല, കുറേ വണ്ടികൾ മാത്രമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച സമയപ്പോഴാണ് പോയത്. അങ്ങനെ നേരെ കടയിൽ ചെന്നു. നല്ല നല്ല മോഡൽസ്, ഓരോ ഡെമോസും ഇട്ടേക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഓരോന്നിൻ്റെയും ഓരോ സെക്ഷനായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല നല്ല കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഏത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ നേരെ പിന്നെ ഇക്കാടെ സെക്ഷൻ വെച്ചങ്ങ് വിട്ടു. അങ്ങനെ ഇക്കാക്ക് ഡ്രസ്സും ഷർട്ടും അങ്ങനെ പൈജാമ സെറ്റും ഒക്കെ കണ്ട് അതൊക്കെ കണ്ടപ്പോഴേ അങ്ങ് എടുത്തു. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പം തന്നെ തിരിച്ചു വന്നു. ഇത് പിന്നെ നൈറ്റ് ഇക്കാക്ക് സർപ്രൈസായിട്ട് കൊടുത്തതാണ്. ആളൊട്ടും വിശ്വസിച്ചിട്ടില്ല. എങ്ങനെ എപ്പോ എന്നും പറഞ്ഞ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുമെന്ന്. അല്ലാതെ നാട്ടിൽ പോകുന്നതാണല്ലോ, നാട്ടിലെപ്പോഴും സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കൂടാണ്. അങ്ങനെ എന്തായാലും ആളെ ഹാപ്പി ആയിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അത് നമുക്ക് വേറെ എന്ത് കൊടുത്താലും നമുക്ക് കിട്ടത്തില്ല. ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. അങ്ങനെ ഡ്രസ്സൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തുകൊണ്ടാണ് പോയത്. കാരണം നമ്മുടെ നാട്ടിലത്തെ കണക്കല്ല, ഇവിടെ സൈസും കാര്യങ്ങളും ഒരു സെപ്പറേറ്റ് നമ്മൾ നോക്കുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ ലാർജ് കൂടുതലായിരിക്കും. അങ്ങനെ അളവൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് ആണ്. അപ്പോൾ എത്രയുള്ളൂ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.